ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം തന്നെ റെഡി ആയിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നു. പോകുന്ന സമയത്ത് എനിക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ കുളിച്ച് വന്ന് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവർക്കും ഭയങ്കര സമൃദ്ധിയായിട്ടൊരു വർഷം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പിന്നെ ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോയി വന്നു. അപ്പം അത് കാണിച്ചിട്ടുണ്ടാവും ഞാൻ ഈ വീഡിയോയിൽ. പിന്നെ നമ്മൾ ഉച്ചക്ക് വീട്ടിലേക്ക് പോകും. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് അതായിരിക്കും. ഇന്നലെ ഞാൻ ഇവിടുത്തെ പടക്കം പൊട്ടിക്കുന്നതിൽ ചെറിയൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ അമ്മയും ഇവിടുത്തെ അമ്മയും എല്ലാവരെയും ഞാൻ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ. എനിക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടിയ കഴിഞ്ഞിട്ടാണ് കേട്ടോ ശിവൻ്റെ. ഭയങ്കര ഹാപ്പി. പിന്നെ ഉണ്ണിയപ്പം ഹലോ. അപ്പോൾ അത് അമ്പലത്തിൽ പോയിട്ട് വരുന്ന കേട്ടോ. തൊട്ടടുത്താണ് അമ്പലം. അപ്പം എനിക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടിയ കോയിന് കണ്ട കൈനീട്ടം ശിവൻ്റെ ഒട്ടിച്ചിട്ട് അവരാക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉണ്ണിയപ്പം. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായിട്ട് വന്നതാ. എൻ്റെ വിഷുക്കൂടി കേട്ടോ. ഹലോ. അപ്പോൾ അങ്ങനെ അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നേട്ടാ. പോയിട്ട് വന്ന് പിന്നെ എൻ്റെ ICUവിൽ ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അവരവിടെ ചെറിയ രീതിയിൽ കണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ വിളിച്ച് കണിയെല്ലാം കാണിച്ചു കൊടുത്ത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വിഷു ഇല്ലായിരുന്നു. അപ്പം പോയ അങ്ങനെ അതുകൊണ്ട് നമുക്ക് വിഷു ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് അടുത്തിരിക്കുന്നതായിരുന്നു. 18-നാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വിഷു ഇല്ലായിരുന്നു. അതിൻ്റെ മുന്നത്തെ കൊല്ലം എനിക്ക് നൈറ്റ് എങ്ങാനായിരുന്നു. അതുകൊണ്ട് അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ്. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭയങ്കര സങ്കടം. പുലച്ചക്ക് ആകുമ്പോൾ കണിയൊന്നും കാണാൻ പറ്റൂല. അങ്ങനെയെല്ലാം ആകുമ്പം ഭയങ്കര സങ്കടമാവും. ഒരു കൊല്ലം വീട്ടിൽ നിന്നുണ്ടായിരുന്നു, ഒരു കൊല്ലം ഞാൻ ICUന്നായിരുന്നു. അപ്പോൾ അത് ഭയങ്കര വിഷമമാണ്. അപ്പോൾ നമ്മളിത് അമ്പലത്തിലെല്ലാം പോയി വന്ന് ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റിലാക്കണം, ഫുഡാക്കണം. അപ്പോൾ എന്നിട്ടാകുമ്പം വീട്ടിലേക്ക് പോകണം ഉച്ചയ്ക്ക് ശേഷം. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പാട്ട് പാടിത്തരാം കേട്ടോ. അപ്പോൾ വിഷു ആയിട്ടാണ് ഞാനൊരു കണ്ണൻ്റെ പാട്ട് പാടാൻ വിചാരിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് കണിയെല്ലാം വെക്കുമ്പോൾ ഞാൻ ഒപ്പം ഇങ്ങനെ പാടലുണ്ട് കേട്ടോ. ഇരുന്ന് പാടിയിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 4 വരി പാടിത്തരാം കേട്ടോ. കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനി. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടാ. പിന്നെ കുറച്ച് ലേറ്റായിപ്പോയാണ്. നല്ല മഴയുണ്ടെങ്കിൽ നിങ്ങളുടെ അടിയിലും മഴയുണ്ടെങ്കിൽ പറയണേ. വിഷുവിന് തന്നെ നല്ല മഴ വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ വീട്ടിലെത്തി അമ്മ നല്ല അടിപൊളിയിൽ കണി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ കണിയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. പൈസയെല്ലാം അമ്മ കണി വെച്ച് കഴിഞ്ഞിട്ടെല്ലാം കൊടുത്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു.
എന്നാലും ഇത് അടിപൊളി ഉണ്ണിക്കണ്ണനെല്ലാം വെച്ചിട്ട് നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. നമ്മളെപ്പോഴും വെക്കുന്ന കണ്ണനതാ അവിടെ ഉണ്ട് കേട്ടോ. ഇത് കുട്ടുപ്പ് വാങ്ങിയ കണ്ണനാണ്. അപ്പോൾ അമ്മ ഇതാ സ്പെഷ്യലായിട്ട് ഫുഡെല്ലാം ആക്കിയിട്ടുണ്ട്. അച്ഛനും അമ്മയും കുട്ടും ഞാനും വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഇങ്ങോട്ടാ അമ്മ. അപ്പം ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ കടിയെല്ലാം കാണിച്ചു. എല്ലാരും കൂടി വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. അപ്പം അമ്മ എന്തെങ്കിലും സ്പെഷ്യലാക്കിയിട്ട് കാണിച്ചേരെ. എന്താ നെയ്ച്ചോറ്, ആവിയാണ്, പിന്നെ ചിക്കൻ റോസ്റ്റ്, പിന്നെ പായസം, തൈര് കറി, വറവ്. തൈര് ആക്കണത്രേ അല്ലേ? അത് എന്തെന്നാ അത് വറവ്, ചിക്കൻ പൊരിച്ചതുണ്ട്. ഇതെന്നാ ബിസ്ക്കറ്റാ, അച്ചാറ്, ചിക്കൻ ഫ്രൈ. അപ്പൊ പടക്ക് ഇടുന്ന പൊട്ടിച്ചിട്ടില്ല മാറിയില്ലേ അമ്മേന്റെ? വണ്ടി നോക്കണം. വണ്ടി എനക്ക് അച്ഛനെല്ലാം പൊറുക്കി കെട്ടി പോക. അത് ഇങ്ങോട്ട് അമ്മേനെ പിടിച്ചോ. അമ്മ ഇപ്രാവശ്യം ഒന്നും പടക്കം പൊട്ടിച്ചില്ലല്ലോ. ഞാൻ പടക്കം പൊട്ടിക്കുന്ന പറഞ്ഞാല് ആ പാലത്തമ്മല് വെച്ചിട്ട് അമ്മ അങ്ങനെ പൊട്ടിക്ക. അറ്റത്ത് പിടി, കൈക്ക് പിടിക്കില്ല, അറ്റത്ത് പിടിക്ക്. നിലച്ചക്രം അമ്മ അറ്റത്ത് പിടിക്ക. അമ്മ ആടെ പിടിക്കല്ല, അമ്മ അറ്റത്ത് പിടിക്കില്ല. ആ ആടെ പിടിച്ച എന്റെ കറക്ക്. കാറ് നോക്കണേ. അമ്മ ഇറങ്ങമ്മേ, അമ്മയെ പിടിച്ചിറങ്ങുന്ന്. അമ്മ കഴിക്കാല്ലേ, അത് തായിട്ടേനി. അത് കഴിഞ്ഞ് നല്ല വെളിച്ചമുണ്ട്. പൊക്ക ഭയങ്കര. അമ്മ പോയി നിന്നോ കുട്ടി ഒരു ഡാൻസ് ചെയ്തോ. നെൽച്ചക്രം പൊട്ടു, ഓരൊക്കെ പൂക്കുറ്റി പൊട്ടു അല്ലേ? നിലച്ചക്രൊക്കെ പൊട്ടിനിടുന്നു. വിഷ്ണുവിന്റെ വക ഇനി വെടി പൊട്ടിച്ചിട്ടില്ല. ഒറ്റക്കാഴ്ച വെടി പൊട്ടിച്ചില്ല. അതെ, അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം പോലെ ഹലോ. അപ്പം അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് വിഷുവെല്ലാം ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഞാൻ വീട്ടിലെല്ലാം പോയി, അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പടക്കെല്ലാം പൊട്ടിച്ച് അടിപൊളിയായിട്ട് വിഷു ആഘോഷിച്ചു. പിന്നെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്യൂട്ടിക്കെല്ലാം പോയി തിരിച്ച് വന്ന്. അങ്ങനെ ഇനി മറ്റന്നാൾ നമ്മളെ വെഡിങ് ആനിവേഴ്സറി ആണ്, 18-ാം തീയതി. അതിൻ്റെ ഒരുക്കങ്ങളാണ് എടുത്തത്. അപ്പോൾ ഒരു റെസ്റ്റില്ല, ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കലാണ്. പിന്നെ അപ്പോൾ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.